പുതിയ വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോ നമ്മുടെ ഫാം അല്ല, പക്ഷെ ഒരു ഫാം വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. ഒരു ബീറ്റാ ഫിഷിന്റെ നല്ലൊരു കിടിലൻ ഫാം. അതായത് എന്നോട് ബ്രോ വിളിച്ചിട്ട്, ഇവിടെ എല്ലാ സ്ഥലം മലപ്പുറത്താണ്, പറപ്പനങ്ങാടി സ്ഥലം. എന്നെ വിളിച്ചിട്ട് പറഞ്ഞ ഒരു ഫാം വീഡിയോ ചെയ്യുമെന്ന്. അപ്പം നമുക്കിപ്പോൾ സമയത്തിന്റെ കുറവുകൊണ്ട് വീഡിയോ ഞാൻ പിന്നീട് വരാമെന്ന രീതിയിലാണ് പറഞ്ഞത്. അത് നിങ്ങളുടെ അഭിപ്രായം പോലെ ചെയ്യട്ടെ, നമ്മൾ വീഡിയോ ചെയ്യുന്നത് അത് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. നിങ്ങൾ പറയുകയാണെങ്കിൽ നമ്മൾ പോയി ചെയ്തിരിക്കും. പിന്നെ വിളിച്ച് പറഞ്ഞപ്പോൾ നമ്മ ചേട്ടാ ഫാമിന്റെ വീഡിയോ എന്നിട്ട് ഒരു ഫിഷിന്റെ വീഡിയോ എന്നിട്ട് വന്നപ്പോൾ പറഞ്ഞപ്പോൾ തന്നെ ബ്രോ കുറച്ച് ദിവസം 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും വീഡിയോ ഇട്ട് തന്നു. വീഡിയോ കണ്ടപ്പോഴത്തേക്കും ഈ വീഡിയോ എനിക്ക് ചെയ്യണമെന്ന് തോന്നി. അതുകൊണ്ടാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അതായത് ഇപ്പോൾ എല്ലാവരും തിരക്കിടക്കുന്നതാണ് നല്ല ക്വാളിറ്റിയുള്ള ബീറ്റാ ഫിഷും, അത് OHM വന്ന പുതിയ സ്റ്റാർട്ടേഴ്സ് ആയ പിള്ളേരും തിരക്കിടക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഹോൾസെയിലായിട്ട് ഷോപ്പുകാരും തിരക്കുന്നുണ്ട്. എന്നെ കുറെ പേര് കോണ്ടാക്ട് നല്ല ക്വാളിറ്റി ഉള്ള ഹോൾസെയിലായിട്ട് എടുക്കാൻ വേണ്ടി. അപ്പോൾ അങ്ങനെ ഇത് കിട്ടിയ ഫാം നമ്മുടെ കിട്ടിയപ്പോൾ വീഡിയോ ആയിട്ട് ചെയ്യണ്ട. പലർക്കും നമുക്ക് ഇത് പേഴ്സണലായിട്ട് പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെയാണ് വീഡിയോ ആയിട്ട് ചെയ്തിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക. നല്ലൊരു കിട്ടിയ ഫാമാണ്. ഫിഷിനെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. റേറ്റാണ് എന്നെ ഇതാക്കിയത് വീഡിയോ ചെയ്യാനായിട്ട്. റേറ്റ് നല്ല മിതമായ റേറ്റിൽ നല്ല ക്വാളിറ്റിയുള്ള ഫിഷ്. അപ്പോൾ അത് നമ്മൾ ഫാം എന്ന് പറയുന്നത് മലപ്പുറം ജില്ലയിൽ പറപ്പനങ്ങാടിയാണ്. തനു അക്കോ ഫാം എന്നാണ്. നേരത്തെ ഗപ്പീസാണ് തനു ഗപ്പി ഫാം. പലരും കണ്ടാണ് ഗ്രൂപ്പിലൊക്കെ വന്നിട്ടുണ്ടാവും ബ്രോന്റെ വീഡിയോസ് തനു ഗപ്പി ഫാം എന്ന്. ഇപ്പൊ ബീറ്റാസ് കൂടുതൽ ചെയ്യുന്നതുകൊണ്ട് ചെറിയ പേരിൽ വ്യത്യാസമുണ്ട്. തനു അക്കോ ഫാം എന്നാണ്. അതായത് ബീറ്റയും ഉണ്ട് ഗപ്പീസും ഉണ്ട്. അപ്പോൾ കിടിലം ആ ഗപ്പീസിനെ കാണാൻ റജോഷ് ബ്രോ എന്നാണ് ബ്രോന്റെ പേര് ഞാൻ പറഞ്ഞില്ല. നമ്പറും പേരും സ്ഥലവും എല്ലാം ഞാൻ അടിയിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. കോൺടാക്ട് ചെയ്യാം. വാട്സാപ്പിൽ മെസ്സേജ് അയക്കാം. നേരെ വിളിച്ച് നിങ്ങൾ കോൺടാക്ട് ചെയ്യട്ടാ. അത് പ്രത്യേകം പറഞ്ഞാണ് ഹോൾസെയിലായിട്ടുണ്ട്, റീറ്റെയിലായിട്ടുണ്ട്. അപ്പോൾ ഷോപ്പിലെ ടീമിനും വിളിച്ച് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റിയ നമ്പർ തന്നെയാണ് താഴെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ റിജോഷ് പ്രോന്റെ കിടിലൻ ഫിഷസിനെ കണ്ടിട്ട് നമുക്ക് വരാം. ഓക്കെ, ആദ്യം തന്നെ നമ്മളെ ഫാമിലേക്ക് ആകർഷിച്ചത് വേറൊന്നുമല്ലടാ. ഫിഷിനെയൊക്കെ ഒന്നും കണ്ടിട്ടല്ല, ഞാൻ ഇവിടുത്തെ ടാങ്ക് കണ്ടിട്ടാണ് ആകർഷിച്ചത്. നോക്കി എല്ലാം നമ്മുടെ മീൻ ബോക്സിൽ നല്ല റേറ്റ് ഉണ്ട് സാധനം വേണ്ട. അത് ഇതേപോലെ ഞാനും ആഗ്രഹിച്ചിട്ടുള്ളതാണ് ഇങ്ങനെ മേടിച്ച് സ്റ്റാൻഡിലൊക്കെ അടിക്കണമെന്ന്. പക്ഷെ നമ്മൾ തിരക്കിയപ്പോൾ നല്ല റേറ്റ് ഒക്കെ ആയതുകൊണ്ട് നമ്മൾ ഒഴിവാക്കിയ സാധനം. പക്ഷെ അതേ റോൻ്റെ അടുത്ത് അന്വേകം കൊണ്ടിട്ട് കുറച്ച് സാധനം സെറ്റ് ചെയ്തിട്ട് തന്നെയാണ് ഫാമിൻ്റെ വീഡിയോ നമുക്ക് അയച്ചു തന്നപ്പോൾ കണ്ടത്. പിന്നെ അങ്ങനത്തുള്ള ഗപ്പീസിനാണെങ്കിലും ബീറ്റാസിനൊക്കെ ആണെങ്കിലും നല്ല ക്വാളിറ്റി ആയിട്ട് തോന്നി. അപ്പോൾ ഞാൻ പറഞ്ഞ് വീഡിയോസൊക്കെ ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് ബീറ്റാസിൻ്റെ വീഡിയോ ഒക്കെ ഒന്ന് അയച്ചു തരുമെന്ന്. ഇപ്പോൾ ബ്രോ അത് അയച്ചു തന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ആദ്യം ഒന്ന് കാണിക്കുന്നത് ഫാമിൻ്റെ ഒരു മൊത്തത്തിലുള്ളൊരു ഗെറ്റപ്പും ചെറിയ ഫിഷസിനെയൊക്കെ കാണിക്കുന്നുണ്ട്. അതിനുശേഷം നിങ്ങൾക്ക് ബീറ്റാ ഫിഷിൻ്റെയൊക്കെ ക്വാളിറ്റി ഒന്ന് ഞാൻ കാണിച്ചു തരാം. ആദ്യം നിങ്ങളുടെ എന്നെ ആകർഷിച്ച സംഭവം തന്നെ നിങ്ങൾ ആകർഷിക്കൊണ്ടെന്ന് നോക്കിയാൽ ഫാമിൻ്റെ സെറ്റപ്പും അതിലുള്ള ഫിഷസിനെയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണാം. അപ്പോൾ ആ സെറ്റപ്പ് എങ്ങനെ ഉണ്ട് അത് കണ്ടപ്പോൾ തന്നെയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. പിന്നെ അതേ ഫിഷിൻ്റെ കാര്യം പറയാൻ ആദ്യം തന്നെ കാണിക്കുന്നത് തായ് ഫ്ലാഗ് ഉണ്ട്. തായ് ഫ്ലാഗിന് ഓക്കെ നല്ല ക്വാളിറ്റി ഇല്ല. ഞാനിപ്പോൾ കുറച്ച് നാളായിട്ട് ഈ ഫീൽഡിൽ നിൽക്കുന്നതുകൊണ്ട് എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യം ഇത് തന്നെയാണ്. നമ്മൾ നോക്കുന്ന രീതിയും നമ്മൾ നോക്കുന്ന സെറ്റപ്പും ഒക്കെ അനുസരിച്ചിരിക്കും നമ്മുടെ ഫിഷിൻ്റെ ക്വാളിറ്റി. അപ്പോൾ ബ്രോൻ്റെ ആ സെറ്റപ്പ് കണ്ടപ്പോൾ തന്നെ എനിക്ക് തോന്നി ബ്രോൻ്റെ ഫിഷസൊക്കെ നല്ലതായിരിക്കും, നല്ല ക്വാളിറ്റി ഉള്ളതായിരിക്കുമെന്ന്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ വീഡിയോസ് അയച്ചു തരാൻ പറഞ്ഞത്. ആ സെറ്റപ്പ് കണ്ടപ്പോഴത്തേക്കും ബ്രോ വീഡിയോസും അയച്ചു തന്നപ്പോഴത്തേക്കും നമുക്ക് മനസ്സിലായി ഈ വീഡിയോ നിങ്ങൾക്ക് എത്തിക്കണമെന്ന്, നിങ്ങൾ കണ്ടിരിക്കണം. അപ്പോൾ പല ഫിഷസിൻ്റെയും പേര് നമുക്കറിയത്തില്ല. ആദ്യം കാണിച്ച തായ് ഫ്ലാഗാണ്. ഇത് റെഡ് ഡ്രാഗൺ നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. അപ്പോൾ അതും ഇതും കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. ഇനി കുറച്ച് ഫിഷസിനെ ഞാൻ കാണിക്കുന്നുണ്ട്. പലതിൻ്റെ പേര് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്കറിയാൻ പാടത്തുകൊണ്ട് നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്തോ കേട്ടോ. നമ്മൾ ജസ്റ്റ് കാണിക്കും. എന്തായാലും ഇതേപോലെ തന്നെ വീഡിയോസിൻ്റെ ഇടയ്ക്ക് ചിലപ്പോൾ പാട്ടായിരിക്കും വരുന്നത്. ഇത് നമ്മളെ വൈറ്റ്. അപ്പോൾ വീഡിയോക്ക് വേണ്ടി നമുക്കറിയാമല്ലോ ബീറ്റാ ഫിഷിൻ്റെ വീഡിയോ എടുക്കാനാണ് ഏറ്റവും ഡിഫിക്കൽട്ടി. അതായത് നല്ല സമയം എടുത്ത് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. ചിലപ്പോൾ അതിങ്ങനെ ഫ്ലയർ ചെയ്യും, ചിലപ്പോൾ അതിങ്ങനെ ഫ്ലയർ ചെയ്യത്തില്ല.
ഇത് അടുത്ത നമ്മുടെ വെറൈറ്റി ഇതേ മസ്റ്റാർഡ് ഗ്രാസ്. ഇതേ നല്ല ആക്റ്റീവാണ്. ഇതേ ടീമിനെയൊക്കെ നോക്കിക്കോട്ടെ, നല്ല കളർഫുള്ളുമായിട്ട് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ റേറ്റ് മിതമായ റേറ്റാണ്. ബ്രോനെ കോൺടാക്ട് ചെയ്തോ, വിളിക്കുകയും വാട്സാപ്പിൽ മെസ്സേജ് അയച്ച് ചോദിച്ച് നിങ്ങൾക്ക് റേറ്റൊക്കെ കൺഫേം ചെയ്യാൻ പറ്റും. ഇനി കൂടുതൽ വീഡിയോസൊക്കെ കാണുന്നുണ്ടെങ്കിൽ വീഡിയോസും ചോദിക്കാട്ടോ. നമ്മളിപ്പോൾ ജസ്റ്റ് നമ്മുടെ വീഡിയോസിന് വേണ്ടിയുള്ള ഫോട്ടോസാണ് നമുക്ക് അയച്ചു തന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാൻ ഡയറക്റ്റ് നമ്പർ നോക്കിയിട്ട്. അപ്പോൾ ഇത് ഈ ഒരു വെറൈറ്റി ഞാൻ കൊള്ളാട്ടോ. ഇത് റോസ് സ്റ്റൈലായിട്ട് എനിക്ക് തോന്നി. ഇത് ബ്ലാക്ക്, അതിൻ്റെ പേരെനിക്കറിയാൻ പറ്റില്ല, ബ്ലാക്കുമാണ്. അപ്പോൾ ഇതിൻ്റെ പേരറിയാമെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ഇടണം കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ട സാധനമാണ്, പേരറിയത്തില്ല. റോസ് സ്റ്റൈലായിട്ട് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. എനിക്ക് കണ്ടതിൽ ഒരു ഇഷ്ടപ്പെട്ടൊരു വെറൈറ്റി തന്നെയാണ്. ബ്ലാക്ക് ആയതുകൊണ്ടായിരിക്കാം പ്രത്യേകിച്ച് എനിക്ക് നോട്ട് ചെയ്തിട്ടുണ്ട്. ബ്ലാക്കിൽ ഒരു ബ്ലൂയിഷ് ലൈനൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ അടുത്ത റെഡ് ഇതേ നോക്കിയേ, ഫുൾ റെഡിൽ നല്ല ഭംഗിയാണ് കേട്ടോ. നല്ല ക്വാളിറ്റിയുള്ള റെഡ് തന്നെയാണ്. അപ്പോൾ ഇതൊക്കെ ബൾക്കായിട്ടുണ്ട് ബ്രോൻ്റെ കയ്യിൽ. ഹോൾസെയിൽ ടീമിന് എടുക്കാൻ പറ്റിയ റെഡ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇത് ഷോപ്പിലൊക്കെ കൊണ്ടുപോയിട്ട് തന്നെ കിഡിലനായിരിക്കും ഈ മെയിലിനെയൊക്കെ കൊണ്ടുപോയിട്ട് കഴിഞ്ഞാൽ. അപ്പോൾ കോണ്ടാക്ട് ചെയ്യുക. വീണ്ടും പറയുന്നത് വേറെ ഒന്നും കൊണ്ടല്ല, കോണ്ടാക്ട് നമ്മളെ ചെയ്യരുത്. പലരും നമ്മൾ ഇതേപോലെ വീഡിയോസൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ നമ്പറിലേക്ക് നമുക്കായിട്ടാണ് പേഴ്സണലി മെസ്സേജ് അയക്കുന്നത്. ഈ ബ്രോൻ്റെ നമ്പർ പറഞ്ഞ് രജേഷ് ബ്രോൻ്റെ ആണ്. കോണ്ടാക്ട് നമ്പർ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. തനു അക്കോ ഫാം എന്നാണ് എൻ്റെ ബ്ലൂവിനായിട്ട്. ഓക്കെ, ബ്ലൂവിനൊന്ന് ഞാൻ സ്ലോ മോഷൻ ആക്കിയിട്ടുണ്ട്. ഇത് ആളിൻ്റെ ഇതൊക്കെ കാണാൻ, ടൈലൊക്കെ കാണാൻ വേണ്ടി തന്നെയാണ് കേട്ടോ. നല്ല വിരിഞ്ഞിരിക്കണ്ട. ഇതൊക്കെയും ഷോപ്പിലേക്ക് ഒന്ന് ഇട്ട് നോക്കിയാൽ നിങ്ങൾ ആലോചിച്ച് നോക്കിക്കോട്ടെ. ഷോപ്പിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ പിള്ളേർ വന്ന് എടുക്കും, ഞാനെടുക്കും. അതേപോലെ പിള്ളേർക്ക് പെട്ടെന്ന് ആകർഷിക്കുന്ന കളറാണ് റെഡ്, ബ്ലൂ ഒക്കെ. അപ്പോൾ അതും നല്ല ഭംഗിയായിട്ടുള്ള സാധനം തന്നെ കിടക്കുന്നത്. ഇത് അടുത്ത വെറൈറ്റി കേട്ടോ. ഇതൊക്കെ ബട്ടർഫ്ലൈ ആണെന്ന് തോന്നണം കേട്ടോ, എനിക്കറിയത്തില്ല. ബട്ടർഫ്ലൈ പോലെ തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ബട്ടർഫ്ലൈ വെറൈറ്റി ആയിരിക്കും. ഇതൊക്കെ ഞാൻ പറഞ്ഞില്ലേ, ഫ്ലയർ ചെയ്ത് കഴിഞ്ഞാൽ കിടിലനായിരിക്കും കേട്ടോ. ഇതൊക്കെ ടൈം എടുക്കേണ്ടതാണ്. അപ്പോൾ അടുത്ത വെറൈറ്റിയിലേക്ക് പോകട്ടെ. ഇത് ഈ സാധനത്തിന് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടിട്ടാ. ഞാൻ എടുക്കാൻ ആഗ്രഹിച്ചൊരു സാധനമാണ്. നമ്മളിപ്പോൾ OHM ചെയ്യാത്തതുകൊണ്ടാണ് കേട്ടോ ഇതിനെടുക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ എടുത്തതിന് യെല്ലോ എൻ്റെ OHM ആയിട്ടുള്ളത്. അപ്പോൾ ഒരു കിടിലൻ സാധനം തന്നെ കിടക്കുന്നുണ്ട്. കോണ്ടാക്ട് ചെയ്യുക. OHM എടുക്കാനുള്ള മൂഡ് എനിക്ക് ഇപ്പം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ആദ്യം തന്നെ നിങ്ങളെ മുമ്പ് കോണ്ടാക്ട് ചെയ്യുന്നത് ഞാനായിരുന്നു കേട്ടോ. ബ്രോനെ ഇതിൻ്റെ ഒരു പേര് ഞാൻ എന്തായാലും എടുത്തതിനെ. പക്ഷേ നമുക്ക് OHMനോടുള്ള ഇപ്പോൾ ഒരു ചെറിയൊരു ടച്ച് വിട്ടിരിക്കുന്നുണ്ട്. ഫ്ലക്കാർട്ട് വെറൈറ്റിയിലേക്കാണ് നമ്മളിപ്പോൾ കോൺസെൻട്രേഷൻ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ കുറച്ച് വെറൈറ്റീസിൻ്റെ സെൽ പോസ്റ്റൊക്കെ നമ്മൾ ചെയ്യും. നമ്മുടെ സാധനങ്ങളൊക്കെ റെഡിയായി വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ നമ്മുടെ ചാനലിൽ തന്നെ ഉടനെ വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇത് എനിക്ക് തോന്നിയത് ഒരു ഡെംബോയറായിട്ട് തോന്നിയിട്ടുണ്ട്. ഇതിൻ്റെ പേരൊക്കെ അറിയാവുന്നവർ കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ബ്രോനോട് ചോദിച്ചോട്ടാ. അപ്പോൾ ഇതിൻ്റെയൊക്കെ റേറ്റും മിതമായ റേറ്റ് തന്നെയാണ്, കോണ്ടാക്ട് ചെയ്തോളൂ. ഇത് അടുത്തത് യെല്ലോ ഡ്രാഗനാണെന്ന് തോന്നണം. നമ്മുടെ റെഡ് ഡ്രാഗനെ പോലെ തന്നെ തോന്നി. അതിൻ്റെ യെല്ലോ ഒരു ടൈലിൽ വന്നേക്കൊണ്ട് യെല്ലോ ഡ്രാഗനായിരിക്കും. ബൾക്കായിട്ട് എടുക്കുന്നവരോട് എനിക്ക് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ, നിങ്ങൾക്ക് അറിയാൻ പറ്റും. നമ്മുടെ നാടൻ ബ്രീഡായതുകൊണ്ട്, നാട്ടിൽ ബ്രീഡ് ചെയ്ച്ച് ഇറക്കിക്കണതുകൊണ്ട് തന്നെ നല്ല ഇമ്മ്യൂണിറ്റി ഉണ്ടാവും, നല്ല ഹെൽത്തി ആയിരിക്കും. എത്ര പീസിൻ്റെ അടുത്ത് നമ്മൾ കൊണ്ടുപോയിട്ടാലും നമ്മൾ പുറത്തുനിന്ന് എടുക്കുമ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ പകുതി പീസോളം ഡെഡായി പോകും. അതേപോലെ വാലൊട്ടിയും ഫ്ലെയർ അതൊക്കെ നിൽക്കുന്ന കാണുമ്പോഴത്തേക്ക് ഞാൻ പല ഷോപ്പിലും കണ്ടിട്ടുണ്ട് ടയേർഡായിട്ട് നിന്നിട്ട് പോകാതെ കിടക്കുന്നത്. പക്ഷേ നാടൻ സാധനം എടുക്കുമ്പോഴത്തുള്ള പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അത്യാവശ്യം ഇമ്മ്യൂണിറ്റി ഉണ്ടാവും, അതേപോലെ തന്നെ കാണാനും ഭംഗിയുണ്ടാവും. അപ്പോൾ നമുക്ക് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഹോൾസെയിൽ ടീമിനോട് എടുക്കാൻ പറ്റിയ ഒരു ഫാമാണെന്ന് തന്നെ പറയുന്നത് കേട്ടോ. അപ്പോൾ അടുത്ത വെറൈറ്റിയാണ് ഇത്. അത് കഴിഞ്ഞിട്ടുള്ള വെറൈറ്റീസിനെ നമുക്ക് കാണാം. ഇനി കുറച്ച് വെറൈറ്റീസ് ഉണ്ട്. ഞാൻ കുറച്ച് മ്യൂസിക് ഒന്ന് ആഡ് ചെയ്ത് തരാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക്
കുറച്ച് വീഡിയോസ് ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട്. വീഡിയോ ലെങ്ത് കൂടി പോകാൻ സാധ്യത ഉണ്ടായിട്ടുണ്ട്. കുറച്ച് വിഷസിൻ്റെ വീഡിയോ ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട്. പിന്നെ കൊറിയറിൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ല. ഓൾ ഇന്ത്യ കൊറിയർ പോസിബിൾ ആയിരിക്കും. ബ്രോനെ കോൺടാക്ട് ചെയ്തിട്ട് എങ്ങനെയാണ് വേണ്ടതെന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കാവുന്നതാണ്. ബ്രോ പറഞ്ഞുതരും. ട്രെയിനായിട്ട് അല്ലെങ്കിൽ അതൊക്കെ നിങ്ങൾ തന്നെ നേരിട്ട് കോൺടാക്ട് ചെയ്ത് സെറ്റാകും. അത് ഇനി കുറച്ച് ഗപ്പീസിൻ്റെ വീഡിയോസ് നമുക്ക് അയച്ചിട്ടുണ്ടായിരുന്നു. നല്ല ക്വാളിറ്റിയുള്ള ഗപ്പീസ് തന്നെയുണ്ട്. ഇത് നമ്മുടെ ഡോൾസെറ്റ് ജെഫാറിൻ്റെ നല്ല ഫീമെയിൽസും ആയിട്ട് ഇറങ്ങാൻ തോന്നി. ഫീമെയിലിൻ്റെ ക്വാളിറ്റി നല്ല മെയിലൊക്കെയാണ് കിടക്കുന്നത്. അപ്പോൾ കുറച്ച് ഗപ്പീസും കൊടുക്കാനുണ്ട്. ഗപ്പീസും ഹോൾസെയിലായിട്ട് ഉണ്ടാവും എന്നാണ് പറഞ്ഞത്. അപ്പോൾ കോൺടാക്ട് ചെയ്യുക. നല്ല ഗപ്പീസാണ് കിടക്കുന്നതെല്ലാം. പിന്നെ ഒരു കാര്യം, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതേപോലെ ഫാം വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്തോ. ഞാൻ ഇവാൻ അക്കോട്ടിക്കെന്ന് കൊടുത്തിട്ട് നമ്മുടെ നമ്പർ കൊടുക്കുന്നുണ്ട്. വാട്സപ്പിൽ മെസ്സേജ് അയക്കാവുന്നതാണ്. ഫാം വീഡിയോ നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മൊബൈലൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് ഇറങ്ങണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. ഫാം വിസിറ്റിംഗ് വീഡിയോസായിട്ട് ചെയ്യണമെന്നുണ്ട്. പിന്നെ ഇതേപോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോസ് എടുത്ത് അയച്ചു തന്നാൽ മതി. ഇതേ ബ്രോ അയച്ചു തന്ന പോലെ നല്ല ക്വാളിറ്റിയുള്ള വീഡിയോസ് അയച്ചു തന്നാൽ നമുക്കും ഇതേപോലെ വീഡിയോ ആയിട്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ അതിനുള്ള നമ്പർ ഇവാൻ അക്കോട്ടിക്ക് എന്നുള്ളതാണ്. മറ്റേ നമ്പറിലാണ് നിങ്ങൾ ഫിഷിനെ വേണ്ടത് കോൺടാക്ട് ചെയ്യേണ്ടത്. തന്നു ഗപ്പി ഫാമെന്ന് അക്കോ ഫാമെന്ന് ഇതേക്കണായിട്ടാണ് ഫിഷിനെ വേണ്ടി കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ. അപ്പോൾ നമ്പർ മാറിപ്പോകണ്ട, ഒരിക്കൽ കൂടി പറയുന്നുണ്ട്. ഇവാൻ അക്കോട്ടിക്കാണ് നിങ്ങൾക്ക് ഇതേപോലെ വീഡിയോസൊക്കെ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ. അപ്പോൾ ഇതേ ഫുൾ ഗോൾഡും നല്ല ഫുൾ ഇയറൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. മെയിലിൻ്റെ ഒക്കെ ഇയറൊക്കെ കൊള്ളാം. അത്യാവശ്യം സെയിലുള്ള വെറൈറ്റീസ് തന്നെയാണ് ഗപ്പീസൊക്കെ ഉള്ളത്. അതായത് നമ്മുടെ സാൻഡയും അത്യാവശ്യം കൊള്ളാം. നല്ല ഇയറൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ എപ്പോഴും പറയുന്ന പോലെ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് ഇടുക. വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ഒരു ലൈക്കാണ് നമുക്ക് വീണ്ടും വീഡിയോസൊക്കെ ചെയ്യാനായിട്ട് തോന്നിക്കുന്നത്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത കാര്യങ്ങളും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യുക. പിന്നെ അതേ ഈ വിഷസിനെയൊക്കെ മേടിക്കാൻ താല്പര്യമുള്ള കൂട്ടുകാർക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്പർ പ്രത്യേകം നോട്ട് ചെയ്യുക, കോൺടാക്റ്റ് ചെയ്യുക. ഇത് പിന്നെ കുറച്ച് നല്ല പ്ലാറ്റിനം റെഡ്, നല്ല ഇയറൊക്കെയുള്ള പ്ലാറ്റിനം റെഡ് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് ഞങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത കിടിലൻ വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ. ഓക്കെ.